ഞങ്ങളെ സെമിനാർ എന്ന് പറയുന്നത് ടൂൾസ് ഫോർ പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ്. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്തെന്നാന്ന് പറയാം. പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്തെന്നാന്ന് വെച്ചാൽ ഇത്ര യൂസേഴ്സിന് ഈ ഉണ്ടാക്കാൻ പോകുന്ന അപ്ലിക്കേഷൻ അത്രയ്ക്കുള്ള റെസ്പോൺസ് ടൈമും സ്റ്റെബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദ നമ്പർ ഓഫ് യൂസേഴ്സ് യൂസിങ് ദിസ് ആപ്ലിക്കേഷൻ അറ്റ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഇൻ എ പർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നതാണ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര യൂസേഴ്സ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഏബിളായിട്ടുള്ള സ്റ്റെബിലിറ്റിയും റെസ്പോൺസ് ടൈമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ പെർഫോമൻസ് ടെസ്റ്റിങ്ങിലൂടെ ചെക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ടൂൾസ് ഫോർ പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ്. 2 ടൂളുണ്ട്, ഫങ്ഷണൽ പെർഫോമൻസ് ടൂൾസ്, ലോഡ് ടൂൾസ്. ഫങ്ഷണൽ പെർഫോമൻസ് ടൂൾസ് എന്തിനാണെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്യാനും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും പ്ലേബാക്ക് ചെയ്യാനും പിന്നെ പെർഫോമൻസ് നമ്പേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ് ഫങ്ഷണൽ പെർഫോമൻസ് ടൂൾസ്. ഇതിന് പൊതുവേ ഫ്യൂ നമ്പർ ഓഫ് മെഷീൻസ് ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് പോപ്പുലർ ഫങ്ഷണൽ പെർഫോമൻസ് ടൂൾസിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അതെന്തെല്ലാമെന്ന് വെച്ചാൽ വിൻഡ് റണ്ണർ ഫ്രം മെർക്കുറി, QA പാർട്ട്ണർ ഫ്രം കാംബുവെയർ, സിൽക്ക് ടെസ്റ്റ് ഫ്രം സീക്ക്. ഇനി സെക്കൻഡ് ടൂളാണ് ലോഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൂൾസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോഡ് കണ്ടീഷൻസ് പെർഫോമൻസ് ടെസ്റ്റിങ്ങിൽ സിമുലേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഒരുപാട് യൂസേഴ്സിൻ്റെ മെഷീൻസിനെ കീപ്പ് ചെയ്യാണ്ട് അതിൻ്റെ ആവശ്യമില്ലാണ്ട് ലോഡ് കണ്ടീഷൻ പെർഫോമൻസ് ടെസ്റ്റിങ്ങിൽ സിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലോഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ടൂള്. കുറച്ച് മോസ്റ്റ് പോപ്പുലർ ലോഡ് ടെസ്റ്റിംഗ് ടൂൾസ് ഇവിടെ പറയുന്നുണ്ട്. ലോഡ് റണ്ണർ ഫ്രം മെർക്കുറി, QA ലോഡ് ഫ്രം കാംബുവെയർ, സിൽക്ക് പെർഫോമൻസ് ടെസ്റ്റ് ഫ്രം സിൽക്ക് പെർഫോമൻസ് ഫ്രം സീക്ക്. ഇനി അടുത്ത് പറയുന്നത് പ്രോസസ് ഫോർ പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ്. ഇത് ഓരോന്ന് വായിച്ചിട്ട് പറയാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഫോളോസ് ദ സെയിം പ്രോസസ് ആസ് എനി അതർ ടൈപ്പ് ടെസ്റ്റിംഗ്. ദ ഡിഫറൻസ് ഈസ് ഗെറ്റിംഗ് മോർ ഡീറ്റെയിൽഡ് ആൻഡ് അനലൈസിസ്. ഈ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ടെസ്റ്റിംഗ് പോലെ ഒരേ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ടാണ്, ഒരു മെത്തേഡ് മീൻസ് ഒരേ രീതിയിലാണ് ഈ ടെസ്റ്റിംഗ് നടത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ അനലൈസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ്, ദ എഫേർട്ട് ഇൻവോൾവ്ഡ് ഇൻ പെർഫോമൻസ് ടെസ്റ്റിംഗ് ഈസ് മോർ ആൻഡ് ടെസ്റ്റേഴ്സ് ആർ റിപ്പീറ്റഡ് സെവറൽ ടൈംസ്. ഈ പെർഫോമൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് കുറേ കൂടുതലാണ്. കാരണം നല്ലൊരു ക്ലാരിഫൈഡായ സക്സസ്ഫുൾ റിസൾട്ടിന് വേണ്ടി അവർ റിപ്പീറ്റഡായിട്ട് ഇത് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ ആണോ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല എഫേർട്ട് ഈ പെർഫോമൻസ് ടെസ്റ്റിങ്ങിൽ എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി തേർഡ് വൺ, ദ ഇൻക്രീസസ് എഫേർട്ട് റിഫ്ലെക്ട്സ് ഇൻ ഇൻക്രീസ്ഡ് കോസ്റ്റ് ആസ് ദ സോഴ്സസ് നീഡഡ് ഫോർ പെർഫോമൻസ് ടെസ്റ്റിംഗ് ഈസ് ക്വയറ്റ് ഹൈ. ഇത് പറയുന്നത് ഇപ്പോൾ പറഞ്ഞു ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന പൈസ വളരെ കൂടുതലായിരിക്കും, ചിലവ് വളരെ കൂടുതലാണ്. ഇതിന് വേണ്ട റിസോഴ്സസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നതും കുറച്ച് ഹൈ ആയിട്ടുള്ള പരിപാടിയാണ്, ചിലവ് കൂടുതലാണ് എന്നാണ് പൊതുവെ പറയുന്നത്. ഇനി ഫോർത്ത് വൺ, ദ മെയിൻ ചാലഞ്ച് ഇൻ പെർഫോമൻസ് ടെസ്റ്റിംഗ് ഈസ് ഗെറ്റിംഗ് ദ റൈറ്റ് പ്രോസസ് സോ ദാറ്റ് ദ എഫേർട്ട് ക്യാൻ ബി മിനിമൈസ്ഡ്. കറക്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സ് ഇനി കിട്ടുന്നില്ല, ചെയ്യാൻ വേണ്ടി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ കറക്റ്റ് ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, കറക്റ്റ് ഒരു പ്രോസസ്സിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ എഫേർട്ടും കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് റിപ്പീറ്റഡായി ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഓക്കെ. ഇനി ഫിഫ്ത്ത് വൺ, ദ മെജോറിറ്റി ഓഫ് പെർഫോമൻസ് ഇഷ്യൂസ് റിക്വയർ റീവർക്ക് ഓർ ചേഞ്ച് ഇൻ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. So it is important to collect the requirement for performance earlier in the life cycle and address them, because the change in architecture and design the late in the cycle is very expensive. അതായത് ഈ പെർഫോമൻസ് ടെസ്റ്റിങ് ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് ചേഞ്ച് ഇൻ ആർക്കിടെക്ചർ, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യത്തിൻ്റെ അതിൻ്റെ ഡിസൈനൊക്കെ മാറുക, പിന്നെ അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇഷ്യൂ ആയിട്ട് വരിക. ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോഴുള്ള പ്രശ്നമായിട്ട് വരിക, ഇടയിലുള്ള പ്രോബ്ലംസ് ആയിട്ട് വരിക. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി കളക്ട് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് ഈ പ്രോസസ്സ് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റും. അല്ലാതെ ഇടയിൽ നിന്ന് മാറ്റാമെന്നൊക്കെ പറഞ്ഞാൽ അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഓൾറെഡി അതൊക്കെ മനസ്സിലാക്കിയിട്ട് കളക്ട് ചെയ്ത് വെക്കണം എന്നാണ് ഇതിൽ പറയുന്നത്.
പ്രോസസ് ഫോർ പെർഫോമൻസ് ടെസ്റ്റിംഗ് ഒരു ഡയഗ്രത്തിലൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു വി ഷേപ്പ് ഡയഗ്രത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചാൽ മനസ്സിലാവും, അത് ജസ്റ്റ് പറയാം. ഒബ്റ്റെയിനിങ് മെഷറബിൾ ടെസ്റ്റബിൾ റിക്വയർമെൻറ്റ്സ് ഫസ്റ്റ്ലി. സെക്കൻഡായിട്ട് ക്രിയേറ്റ് എ പെർഫോമൻസ് ടെസ്റ്റ് പ്ലാൻ. മൂന്നാമത്തെ ഡിസൈൻ ടെസ്റ്റ് കേസസ്. നാലാമത്തെ ഓട്ടോമേറ്റ് ടെസ്റ്റ് കേസസ്. പിന്നെ ഇവാലുവേറ്റ് എൻട്രി ക്രൈറ്റീരിയ, പെർഫോം ആൻഡ് അനലൈസ് പെർഫോമൻസ് ടെസ്റ്റ് കേസസ്, ഇവാലുവേറ്റ് ആൻഡ് എക്സിറ്റ് ക്രൈറ്റീരിയ. ഇത് ഓരോന്നും അടുത്തടുത്ത സ്ലൈഡിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ പറഞ്ഞ പെർഫോമൻസ് ടെസ്റ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും ഇതിൽ വ്യക്തമായിട്ട് എടുത്ത് പറയാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റിക്വയർമെൻറ്റ്സ്, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയാൽ മാത്രമേ പെർഫോമൻസ് ടെസ്റ്റിങ് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അത് ഇടയിൽ നിന്ന് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ സക്സസ്ഫുള്ളായി റിസൾട്ട് നമുക്ക് കിട്ടില്ല. അത് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരും പെർഫോമൻസ് ടെസ്റ്റിങ്ങിൽ. അപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ റിക്വയർമെൻറ്റ്സ് ഓൾറെഡി കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ടെസ്റ്റ് പ്ലാനാണ്. ഈ ടെസ്റ്റ് പ്ലാനിൽ നീഡ്സ് ഫോളോയിങ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റിസോഴ്സും കാര്യങ്ങളും ഈ പെർഫോമൻസ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളും അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പറയുന്നത് ടെസ്റ്റ് ബെഡ് എന്ന് പറഞ്ഞാൽ ഇത് പെർഫോം ചെയ്യേണ്ട പ്ലേസാണ്. ഇതിന് വേണ്ട ഒരു ഫെസിലിറ്റീസ്, പെർഫോമൻസ് ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ദ ടെസ്റ്റ് ലാബ് എന്ന് പറയാം. പിന്നെ ലാബ് വിത്ത് ഓൾ റിക്വയർഡ് എക്യുപ്മെൻറ്റ്സ്, പിന്നെ അതിൻ്റെ വേണ്ട സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ, ഈ ഒരു സെറ്റപ്പ്, അതൊക്കെയാണ് പ്ലാനിങ് വേണ്ടി ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഫെസിലിറ്റി. അതാണ് ഈ ടെസ്റ്റ് ബെഡിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്താ പറയുന്നത് റെസ്പോൺസിബിലിറ്റീസാണ്. അതായത് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് എങ്ങനത്തെ നമ്മൾ പറഞ്ഞു സോഫ്റ്റ്വെയർ നല്ലൊരു സോഫ്റ്റ്വെയർ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർഫോമൻസ് ടെസ്റ്റിങ് നമ്മൾ പറഞ്ഞു. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു ടീം തന്നെ അവിടെ വേണം. അതായത് കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എങ്ങനത്തെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വേണം. ഇടയിൽ നിന്നൊരു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റണമെന്നോ ഇവർ പറയുകയാണെങ്കിൽ, കസ്റ്റമേഴ്സ് പറയുകയാണെങ്കിൽ, ക്ലയൻറ്റ്സ് പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതുണ്ടെങ്കിൽ നമുക്ക് അവരാഗ്രഹിച്ച പോലുള്ളൊരു സോഫ്റ്റ്വെയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സോ റെസ്പോൺസിബിലിറ്റീസും ഒരു സ്റ്റെപ്പാണ് പറയുന്നത്. ടെസ്റ്റ് പ്ലാനിലെ മൂന്നാമത്തെ എന്താ പറയുക, ടെസ്റ്റ് പ്ലാനിന് നീഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു കാര്യം. ഇനി നാലാമത്തെ പറയുന്നത് സെറ്റിംഗ് അപ്പ് പ്രൊഡക്റ്റ് ട്രേസസ്, ഓഡിറ്റ് ആൻഡ് ട്രേസസ്. അത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. അപ്പോൾ ഇത് പറയുന്നത് ഇതൊക്കെ ഓൾറെഡി പ്രൊഡക്റ്റ് ട്രേസ്, ഓഡിറ്റ് ട്രേസ് ഒക്കെ ഓൾറെഡി മനസ്സിലാക്കി വെച്ചാലേ നമുക്ക് എന്താ പറയുക ഇനി റിസൾട്ട് എങ്ങനെയായിരിക്കും, ഡിഫക്ട്സ് ഉണ്ടാവോ, നല്ല റിസൾട്ടായിരിക്കുമോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്വാൻസ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ഓൾറെഡി കളക്ട് ചെയ്ത് വെക്കാം. എന്തൊക്കെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. റിസൾട്ടാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി നന്നാക്കാൻ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഡിഫക്ട്സ് ആണോ റിസൾട്ട്സ് ആണോ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാൻ. അതാണ് നാലാമത്തെ പറയുന്നത്. ഇനി പറയുന്നത് അഞ്ചാമത്തെ ആണ് എൻട്രി ആൻഡ് എക്സിറ്റ് ക്രൈറ്റീരിയ. അത് വായിക്കാം. ദ എൻട്രി ആൻഡ് എക്സിറ്റ് ക്രൈറ്റീരിയ ഇൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആർ ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് സ്ട്രാറ്റജി. അപ്പോൾ ടെസ്റ്റ് സ്ട്രാറ്റജീനെ ബേസ് ചെയ്തിട്ടാണ് എൻട്രി ആൻഡ് എക്സിറ്റ് ക്രൈറ്റീരിയ സോഫ്റ്റ്വെയറിൽ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇറ്റ് ഡിഫൈൻസ് ദ പ്രൊജക്ട്സ് അപ്രോച്ച് ടു ടെസ്റ്റിംഗ്. പ്രൊജക്റ്റിൻ്റെ അപ്രോച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ടെസ്റ്റ് സ്ട്രാറ്റജീൻ്റെ ബേസിൽ എൻട്രി ആൻഡ് എക്സിറ്റ് ക്രൈറ്റീരിയ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അതൊരു പ്രോജക്റ്റിൻ്റെ ടെസ്റ്റിങ്ങിനുള്ള അപ്രോച്ച് എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് ബിലോ ആ സം ഓഫ് കൺസിഡറേഷൻ ഓഫ് ടെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്
the developing system, first one, project timelines and budget, പിന്നെ പ്ലാനിങ് ഓഫ് ടെസ്റ്റിംഗ് എഫേർട്ട് അക്രോസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി പ്രൊജക്റ്റ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് പ്ലാൻ അതിന് മുന്നേ റിക്വയർമെൻറ്റ്സ് കളക്ടിങ് എന്ന് പറഞ്ഞു. പ്രോസസ്സിൽ നമ്മൾ ആ ഡയഗ്രത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് റിക്വയർമെൻറ്റ്സ് കളക്ടിങ് ആയിരുന്നു. പിന്നെ നമ്മൾ ടെസ്റ്റ് പ്ലാനിനെ പറ്റി സംസാരിച്ചു, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. ഇനി മൂന്നാമത്തെ പറയുന്നത് ഡിസൈനിങ് ആൻഡ് ഓട്ടോമേറ്റിംഗ് ദ ടെസ്റ്റ് കേസസ് ആണ്. ഇത് പെർഫോമൻസ് ടെസ്റ്റിന് ശേഷമുള്ള നെക്സ്റ്റ് കേസാണ്. ഇത് ഒരു സ്പെഷ്യൽ മെൻഷൻ തന്നെ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഇത്. കാരണം ഈ സ്റ്റെപ്പ് ഇല്ലാണ്ടൊരു പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ് എന്നാണ് പറയുന്നത്, ഓട്ടോമേഷൻ ഇല്ലാതെ. It is almost impossible to perform performance testing without automation. ഇനി അടുത്ത സ്റ്റെപ്പ് പറയുന്നത് എൻട്രി ക്രൈറ്റീരിയ. എൻട്രി ക്രൈറ്റീരിയയും എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻ ആൻഡ് എക്സ്പെക്റ്റേഷൻ. അതായത് ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള ഓരോ കണ്ടീഷൻസ്, കണ്ടീഷൻ കൊണ്ട് അതാണ് യൂസ് ചെയ്യുന്നത്. എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ പിന്നെ Entry criteria എന്ന് പറയുമ്പോൾ ഈസ് എ സെറ്റ് ഓഫ് കണ്ടീഷൻ ദാറ്റ് പെർമിറ്റ്സ് എ ടാസ്ക് ടു പെർഫോം ഓർ ഇൻ ആബ്സെൻസ് ഓഫ് എനി ദീസ് കണ്ടീഷൻ ദ ടാസ്ക് കനോട്ട് ബി പെർഫോംഡ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടീഷൻസ് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ വേണം, അങ്ങനെയൊക്കെ നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ പ്രൊജക്റ്റ് തുടങ്ങാൻ പോവാണ്. അതാണ് ആ ഒരു കണ്ടീഷൻസാണ് ഈ എൻട്രി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ടാസ്ക് പെർഫോം ചെയ്യാം. അത് ഇവിടെ ഒരു ടെസ്റ്റിംഗ് എന്നുള്ള രീതി പറയുന്നില്ല, ആ ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻസ് വേണം. അതില്ലാതെയാണെങ്കിൽ ആ ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ആ ടാസ്കിൻ്റെ നിലനിൽപ്പ് ഇപ്പം നമ്മൾ ആ കണ്ടീഷൻ്റെ ബേസിലാണുള്ളത്. അപ്പോൾ അതാണ് എൻട്രി ക്രൈറ്റീരിയ. ഒന്നുകൂടി ഞാൻ വായിക്കാം. എൻട്രി ക്രൈറ്റീരിയ ഈസ് എ സെറ്റ് ഓഫ് കണ്ടീഷൻ ദാറ്റ് പെർമിറ്റ്സ് എ ടാസ്ക് ടു പെർഫോം ഓർ ഇൻ ആബ്സെൻസ് ഓഫ് എനി ഓഫ് ദീസ് കണ്ടീഷൻ ദ ടാസ്ക് കനോട്ട് ബി പെർഫോംഡ്. പിന്നെ എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അത് തന്നെ സെറ്റ് ഓഫ് കണ്ടീഷൻ, സെറ്റ് ഓഫ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയാം. അതായത് നമ്മൾ പറഞ്ഞു ഈ എന്താ പറയുക ഈ ടെസ്റ്റിങ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു സെറ്റ് ഓഫ് ഈ ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച കണ്ടീഷൻ ഉണ്ട്, അതുണ്ടെങ്കിൽ ഇത് പെർഫോം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് എക്സ്പെക്റ്റേഷനാണ്. അതായത് ഈ പ്രൊഡക്റ്റ് ഇന്ന രീതിയിലായോ, നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, ക്ലയൻസ് പറഞ്ഞ ആ രീതിയിലോട്ട് ഇത് വന്നോ, അത് ആ ഒരു കണ്ടീഷൻസ്, അതാണ് ഈ എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ ഈ ടാസ്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിക്കാം. എക്സിറ്റ് ക്രൈറ്റീരിയ ഈസ് എ സെറ്റ് ഓഫ് എക്സ്പെക്റ്റേഷൻ ദിസ് ഷുഡ് ബി മെറ്റ് ബിഫോർ കൺക്ലൂഡിങ് ദ STLC ഫേസ്. ഇനി ചലഞ്ചസ് ഓഫ് പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് റോങ് പെർഫോമൻസ് ടെസ്റ്റിംഗ് ടൂൾസ്. നമ്മൾ 2 ടെസ്റ്റിംഗ് ടൂൾസിനെ പറ്റി നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് രണ്ടും ഓക്കെയാണ് എന്നല്ല, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ടൂൾ സെലക്ട് ചെയ്യുക. അങ്ങനെ അല്ലാത്ത പക്ഷം അതൊരു സക്സസ്ഫുൾ റിസൾട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ഇഷ്യൂസ് ഫേസ് ചെയ്യും ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി രണ്ടാമത്തെ പറയുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ ടെസ്റ്റ് സ്ട്രാറ്റജി ആൻഡ് ടെസ്റ്റ് കവറേജ് ആണ്. ടെസ്റ്റ് സ്ട്രാറ്റജിയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റ് സ്ട്രാറ്റജി നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, അത് ഈ ടൂൾസ് പറയുന്ന പോലെ തന്നെ അതിന് പറ്റിയ ആ സിറ്റുവേഷന് പറ്റിയിട്ടുള്ള ടെസ്റ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്യുക. അത് പ്രോപ്പറായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് വരും, നെഗറ്റീവ് ഫലം വരും, അല്ലെങ്കിൽ ടെസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത്. ഇനി മൂന്നാമത്തെ പറയുന്നത് ടൈം ആൻഡ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ അതെന്തായാലും ഓഫ്കോഴ്സ് ടൈമും ബഡ്ജറ്റും അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന ടൈമിന് നമുക്ക് തീർക്കാനും പറ്റണം, ഇന്ന ബഡ്ജറ്റിൽ ഒതുക്കി നമുക്ക് പെർഫോമൻസ് ടെസ്റ്റിങ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റണം. അപ്പോൾ അതും ഒരു ചലഞ്ചാണ്, ടൈം ആൻഡ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ. നാലാമത്തെ ലാക്ക് ഓഫ് നോളജ് അബൌട്ട് നീഡ് ഫോർ പെർഫോമൻസ് ടെസ്റ്റസ്. പെർഫോമൻസ് ടെസ്റ്റസ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റെബിലിറ്റിയും റെസ്പോൺസ് ടൈമും നോക്കുകയാണ് ബൈ അപ്ലൈയിങ് ലോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീപ്പിൾസ് യൂസിങ് ദ ആപ്ലിക്കേഷൻ ഇൻ എ പർട്ടിക്കുലർ ടൈം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെ ആവശ്യകത എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പുറത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു നോളജ് ഇല്ലാണ്ടിരിക്കുക, അതാണ് നാലാമത്തെ പറയുന്നത്. എന്തിനു വേണ്ടി അതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാകാത്തൊരു സിറ്റുവേഷൻ. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ കറക്റ്റായിട്ട് അവർ ടെസ്റ്റ് ചെയ്യും, അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് നാലാമത്തത്. അഞ്ചാമത്തത് ഇംപ്രോപ്പർ അനലൈസിസ് ഓഫ് പെർഫോമൻസ് ടെസ്റ്റ് ഔട്ട്കംസ്. ആറാമത്തത് ഡിഫിക്കൽട്ടി ഇൻ കണ്ടക്ടിങ് ടെസ്റ്റസ് ഓൺ പ്രൊഡക്ഷൻ എൻവിയോൺമെൻറ്റ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.